തൃശ്ശൂരിലേക്കാണ്. അവിടെ പൂരലഹരിയിൽ അമർന്നിരിക്കുന്നു നഗരം. പൂരവിളംബരം കഴിഞ്ഞതോടെ പൂരാവേശത്തിൽ അലിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ. ആയിരക്കണക്കിന് ആളുകളാണ് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അക്ഷരാർത്ഥത്തിൽ പൂരനഗരി അതിൻ്റെ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അത് വ്യക്തമായതുമാണ്. എന്താണ് പുതിയ വിവരങ്ങൾ, പങ്കുവെക്കാൻ കഴിയുന്ന കാഴ്ചകൾ? വിപിൻ സി വിജയൻ. രജിത്തെ, എല്ലാ കണ്ണുകളും തൃശ്ശൂരിലേക്ക്, എല്ലാ വഴികളും തൃശ്ശൂരിലേക്ക്, വിതാ സ്വരാജ് റൗണ്ടിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പൂരവിളംബരത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു തിരക്കുണ്ടല്ലോ, ഒരു വലിയ ഒരു ജനാരവം, ആ ഒരു ജനാരവം പിന്നീട് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതിനേക്കാൾ ഓരോ സമയവും ഇരട്ടിയിലധികം ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഈ സമയത്തും നമ്മൾ ഈ കാണുന്ന തിരക്കൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ആരംഭിച്ചതാണ്. അതിനൊരു തുടർച്ച മാത്രമാണ് ഇനി നാളെയും ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് പറയാൻ സാധിക്കും. അത്രത്തോളം തെരുവോര കച്ചവടക്കാർ എല്ലാവരും സജീവമായിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും തൃശ്ശൂർ പൂരത്തിനായി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 മന്ത്രിമാർ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇതിനെ ഒരു മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ അല്പസമയം മുൻപ് ദേവസ്വം മന്ത്രി നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനകളുടെ ഫിറ്റ്നസ് ഒരു വശത്ത് നടക്കുന്നുണ്ട്. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ 2 ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ആനകളുടെ ഫിറ്റ്നസ് ഇപ്പോൾ ഉറപ്പാക്കുന്നത്. ഏകദേശം ഒരു 50ഓളം ആനകളുടെ ഫിറ്റ്നസ്സാണ് കഴിഞ്ഞത്. 85 ആനകളുടെ മൊത്തം ഒരു ആരോഗ്യ പരിശോധനയാണ് നടത്താനുള്ളത്. പാറമേക്കാവ് വിഭാഗത്തിലെ ഒരാനയ്ക്ക് ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല. തുമ്പിക്കൈയിലെ ഒരു മുറിവ് കാരണമാണ് ഇതിന് ഫിറ്റ്നസ് ലഭിക്കാതിരുന്നത്. ഒപ്പം തന്നെ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റുന്ന പ്രധാനപ്പെട്ട കൊമ്പനായിട്ടുള്ള തിരുവമ്പാടി ചന്ദ്രശേഖരന് ഇതിനോടകം തന്നെ ഫിറ്റ്നസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവമ്പാടി കണ്ണൻ ഉൾപ്പെടെയുള്ള ആനകൾക്ക് ഫിറ്റ്നസ് ലഭിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ശരി, വിപിൻ സി വിജയൻ, സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്.